ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. തെരച്ചിലിനായുള്ള ഡ്രഡ്ജർ ഷിരൂരിലെത്തിച്ചു. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെ തെരച്ചിൽ നടക്കും. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സിജു കണ്ണൻ നൽകും. ഇതോടെ 9 PM ന്യൂസ് പൂർണ്ണമാവുകയാണ്. ശേഷം സ്പീഡ് ന്യൂസുമായി ആവണി ചേരും. ഡ്രഡ്ജർ നിലവിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഗംഗാവാലി പുഴയിൽ എത്തിച്ചിട്ടുണ്ട്. പരിശോധന നടത്തുന്നതിന്, തെരച്ചിൽ നടത്തുന്നതിന്റെ ഭാഗമായി ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തിന് തൊട്ടടുത്തായി നങ്കൂരമിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ മുതലാണ് പരിശോധന ആരംഭിക്കുന്നത്. രാവിലെ 8 മുതൽ പരിശോധന ആരംഭിക്കുമെന്നാണ് സ്ഥലം MLA സതീഷ് കൃഷ്ണ സെയിൽ അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. 8 മുതൽ 6 വരെയായിരിക്കും പരിശോധന. ഇങ്ങനെ 3 ദിവസം പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഡ്രഡ്ജർ നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് 9:30 കൂടിയാണ് ഡ്രഡ്ജർ യാത്ര തുടങ്ങിയത്. തുടർന്ന് ഷിരൂരിന് തൊട്ടടുത്തുള്ള റെയിൽ പാലം മുറിച്ചു കടന്നു. അതിനുശേഷം ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ തൊട്ട് താഴെ 500 മീറ്റർ താഴെയായി നിർത്തിയിട്ടു. ഇവിടെ വെച്ച് ഡ്രഡ്ജർ സജ്ജമാക്കുകയായിരുന്നു. ഉപകരണങ്ങളെല്ലാം ഘടിപ്പിച്ച് 12:30 കൂടി ഡ്രഡ്ജർ സജ്ജമാക്കി. എന്നാൽ ഈ തുടർന്ന് ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടത്തിന് അനുമതി ലഭിച്ചിരുന്നില്ല. സ്ഥലം MLA സതീഷ് കുമാർ സെയിൽ ഉൾപ്പെടെ എത്തുമെന്ന് അറിയിച്ചു. അതിനുശേഷം ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് സതീഷ് കൃഷ്ണ സെയിൽ, ജില്ലാ കലക്ടർ, അതോടൊപ്പം തന്നെ SP ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയത്. ഇവർ എത്തിയതിനു ശേഷം 5:45 കൂടിയാണ് തുടർന്ന് ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയത്. പിന്നീട് ഇവിടെ നിന്ന് 1/2 കിലോമീറ്ററോളം യാത്ര ചെയ്ത് 6 മണിക്ക് ശേഷം ഈ അപകടം നടന്ന സ്ഥലത്തെത്തി. ഇന്നിപ്പോൾ പ്രാഥമികമായി ഈ നങ്കൂരമിടുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ പരിശോധനകൾ മാത്രമാണ് നടന്നത്. വലിയ ആഴത്തിൽ ഈ പുഴയിൽ കല്ലും മണ്ണും മരങ്ങളും അടിഞ്ഞിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. ഏതായാലും മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് ലഭിച്ചിട്ടില്ല. ഈ ലോഹ സാന്നിധ്യം ഉണ്ടെന്ന് നാവികസേന കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടടുത്തായാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. നാളെ ആ ഭാഗത്ത് മണ്ണും കല്ലും മരങ്ങളും എല്ലാം നീക്കം ചെയ്തുകൊണ്ട് പരിശോധന ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 ദിവസം മാത്രമാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുമായി കരാറുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിച്ചിരിക്കുന്നത്. അതുവരെ വലിയ വിവരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ തുടർന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വരും. ഇത് അവസാനവട്ട ശ്രമമാണ് എന്നാണ് MLA അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് അർജുൻ സഞ്ചരിച്ച ട്രക്ക് ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് ട്രക്ക് ഉടമ മനാഫ്, അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബം. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇക്കാര്യം ഈ രീതിയിലാണ് ഒരു പ്രതീക്ഷ പങ്കുവച്ചത്. ഈ തിരച്ചിലിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കേരളം ഒന്നാകെ ഈ തിരച്ചിലിനെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. ഏതായാലും 3 ദിവസമാണ് തെരച്ചിൽ നടക്കുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അതിനുശേഷവും വിവരം ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എന്നേക്കുമായി ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.